Hey guys, welcome back to Meet Miss Naljusi. സോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുന്നേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ആ പഴയ വീടാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഈ ഒരു ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കാറ്. ഉള്ളിലേക്കൊന്നും വൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്കൊന്നും അങ്ങനെ നിങ്ങൾക്ക് അധികം കാണിച്ചിട്ടുമില്ല. എനിക്കെന്നെ ഒരു നെഗറ്റീവ് അടിക്കും. പിന്നെ ഞാൻ ഒരു പോയിന്റെത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു നെഗറ്റീവ് അടിക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ എന്താണ് അവസ്ഥ തന്നെ ഞാനത് റിവീൽ ചെയ്യുന്നത്. വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഈ തമ്പനയിൽ നിങ്ങൾ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഈ വീട് പുതിയ വീടാണ്. ഇത് പണിതിട്ട് ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഈ വീട്ടിലേക്ക് നമുക്ക് പാർപ്പൊക്കെ കഴിഞ്ഞു, പക്ഷേ നമുക്ക് മാറാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല, അതുപോലെ തന്നെ കറണ്ടും ഇല്ല. അത്രയും നാൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കിടക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമുക്കൊന്നിനും പറ്റുന്നില്ല. പിന്നെ വെള്ളം ഈയിടക്കാണ് കിട്ടിയത്. അമ്മ എല്ലാ ദിവസവും ഈ കറണ്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഓരോ ഓഫീസുകളിലൊക്കെ കഴിഞ്ഞാൽ. ഓരോ അധികൃതരുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. കൈസ്, അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്നാണ് അമ്മ കിടന്നുറങ്ങാം. പിന്നെ ഇവിടെ അനിയൻ കിടന്നുറങ്ങും. പിന്നെ ഈ കത്തിപ്പോയ ഫാൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ഫാൻ കത്തിപ്പോയി. ഇതൊക്കെ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഇത് അടുക്കള, അടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ ചുറ്റിനുള്ളൊരവസ്ഥ. പുല്ല് പിടിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ പോവാത്ത അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീടിൻ്റെ അടുത്തൊരു ഓവുണ്ട്. ആ ഓവ് ഇതാദ്യം ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇങ്ങനെ തുറന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൽ കൂടെ തന്നെ വെള്ളം പോകണ്ടേ. ഇതിപ്പോൾ വെള്ളം പോകത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി കാണിച്ചുതരാം. നിറയെ വലിയ വലിയ തടികളൊക്കെ കൊണ്ടുവന്ന് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകത്തില്ല. പിന്നെ ഈ ഇതുണ്ടോ, ചതുവ്, അത് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നില്ലേ. അതേപോലെ ഇതിൽ കൂടെ ചവിട്ടിയിട്ട് വേണം നമ്മൾ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂണ്ടു പോകും. അതേപോലെ ഉള്ളതാണ്, കാണുന്ന പോലെയല്ല. പിന്നെ അതാ ടാങ്ക്, കക്കൂസ ടാങ്ക്, അതിലിപ്പോൾ ഓൾറെഡി പൊട്ടിക്കിടക്കുക. അതിൽ കൂടെ ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടുമ്പോഴേക്കും നമുക്കില്ലാത്ത അസുഖങ്ങളൊക്കെ വന്നോളൂ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ വീടിന് ചുറ്റി ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശം. അപ്പോൾ ഇവിടെ എല്ലായിടത്തു നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്കാണ് വരാം. അപ്പം മഴ പെയ്യുമ്പോൾ ഇവിടെ മൊത്തം നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല, ഈ കക്കൂസ ടാങ്ക് വെച്ച് കഴിഞ്ഞാലും ആ ഒരു സമയം നോക്കുമ്പോൾ നിറയും, പിന്നെ പൊട്ടും. പിന്നെ നമ്മൾ വെള്ളത്തിൽ കൂടെ വേണം നടക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ പോണ വെള്ളം അവിടെ ഒരു ഓവുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും ആ ഓവ് ചെറുതായിട്ടൊന്ന് അടച്ചായിരുന്നു ഒരിടക്ക്, കുറേ നാൾ മുന്നേ കേട്ടോ. പിന്നെ ആ വെള്ളം പോണ ആ പാത്ത് അവരാണെങ്കിൽ ഈ തെങ്ങിൻ്റെ കഷ്ണമൊക്കെ, തെങ്ങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടു. അപ്പോൾ വെള്ളത്തിന് പോകാനുള്ള ഒരു വഴിയില്ല. അപ്പോൾ ഈ വെള്ളം ഇവിടെ തന്നെ കെട്ടി നിൽക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഈ വെള്ളത്തിൽ കൂടെ നടക്കാനും ബാക്കിയുള്ളവർക്ക് അത് അഫക്റ്റ് ചെയ്തില്ല. നമ്മൾ ഈ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു വൃത്തിയില്ലാത്തൊരു ആംബിയൻസ്, ഇല്ലാത്ത അസുഖങ്ങളായി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോയിൽ പറയാനായിട്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ അവസ്ഥ. എല്ലാം പെട്ടെന്ന് ഓക്കെ ആകുമെന്ന് വിശ്വസിക്കുന്നു. 1, 2, 3 വർഷമൊക്കെ ഇനിയുണ്ട് വർഷങ്ങൾ. ഈ വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ ശരിയാകും. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാറും. പിന്നെ ലൈഫൊക്കെ സെറ്റാക്കിയിട്ട് വേണം. ഇൻസ്റ്റയിൽ ഇതേപോലെ പോസ്റ്റൊക്കെ കാണുമ്പോൾ വിചാരിക്കും എൻ്റെ വലിയ ആരോഗ്യമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇതാണ് എൻ്റെ ലൈഫ്. ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആകും, പക്ഷെ ഇതിന് സമയം വേണം. നമ്മളതിന് സമയം കൊടുക്കുക. നമ്മളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മളതിനോർത്ത് സങ്കടപ്പെടാനോ ഒന്നും നിൽക്കരുത്. നമ്മൾ ഉള്ള സമയം ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. നമ്മൾ സങ്കടപ്പെട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇത് നമ്മളുടെ ലൈഫാണ്. നമ്മൾ ഇപ്പം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം നമ്മളെ സന്തോഷം തേടി വരും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.